വിദ്യാലയം 360യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും +2 എഴുതി എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം. ഈ മാസം 22 നമ്മൾക്ക് എല്ലാവരുടെയും റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും നല്ലൊരു റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഹെൽത്ത് അലൈഡ് കോഴ്സുകൾ നോക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെ നോക്കുന്ന പല കൂട്ടുകാരും സ്ഥിരമായി ചോദിക്കുന്നൊരു സംശയമാണ്, LBS അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ LBSൽ കിട്ടണമെങ്കിൽ ഇൻഡെക്സ് മാർക്ക് എത്ര വരെ ഉണ്ടാകണം, എത്ര സീറ്റ് അവൈലബിലിറ്റി ഉണ്ട്, എത്ര വരെ നമുക്ക് അലോട്ട്മെൻറ്റ് ഉണ്ടാകും, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പല കൂട്ടുകാരും ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഓരോന്നായിട്ട് ഈ വീഡിയോസിലൂടെ ഞാൻ മറുപടി തരുന്നതാണ്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. LBSൻ്റെ എല്ലാ സംശയങ്ങളും പുതിയ പുതിയ വീഡിയോസിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ LBS സെൻറ്ററിൽ ഇൻഡെക്സ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻഡെക്സ് മാർക്ക് എന്നത് 300-ലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും സംശയം ചോദിക്കാറുണ്ട്, 120-ലല്ലേ മാർക്ക്, പിന്നെ എങ്ങനെ 300-ലേക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിക്കാറുണ്ട്. നമ്മൾ LBSൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് +2ൻ്റെ മാത്രം മാർക്കാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയുടെ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയുടെ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ്റെ എക്സാമ്പിളാണ് ചുവടെ കാണാൻ പറ്റുന്നത്. ഇതിൽ 120 മാർക്കിൽ 90 മാർക്ക് ബയോളജിക്കും 120-ൽ 110 മാർക്ക് ഫിസിക്സിനും 120-ൽ 98 മാർക്കും കെമിസ്ട്രിക്കും വാങ്ങിയ ഒരു കുട്ടിയുടെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് നമ്മൾ 100-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി 90 / 120 × 100 എന്ന് കൊടുക്കുന്ന സമയത്ത് 100-ൽ ബയോളജിക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് ചുവടെ കാണാം. അതിൽ 100 മാർക്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75 മാർക്കാണ് ബയോളജിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫിസിക്സും നമ്മൾ 100-ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, കെമിസ്ട്രിയും കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ 3ൻ്റെയും കൂടെ ആഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് 300-ൽ എത്ര മാർക്കാണോ കിട്ടുന്നത് അതാണ് നമ്മളുടെ ഇൻഡെക്സ് മാർക്കായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് കാണാം 300-ൽ 248.34 ആണ് നമ്മളുടെ ഈ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് +2 പാസ്സായതിനു ശേഷം മാർക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ആഡ് ചെയ്ത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇൻഡെക്സ് മാർക്ക് എത്രയാണ് കിട്ടിയെന്നതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് LBSൽ കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണത് മനസ്സിലാക്കുന്നത് എന്നുള്ള വീഡിയോസ് എല്ലാം ഇനി അടുത്ത വീഡിയോസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുവരെ പുതിയ വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.